morning to all. Today I am going to take accountancy. In the previous class, we discussed about admission of a partner. What are the rights of a newly admitted partner? Then we will discuss new profit sharing ratio calculate one method we class discuss. In this class, we are going to discuss about another method of calculating new profit sharing ratio. Question എല്ലാവരും എഴുതിയെടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. Anshu and Neetu are partners sharing profit in the ratio of 3:2. They admitted Jyoti as a new partner for 3/10 share which she acquired 2/10 from Anshu and 1/10 from Neetu. Calculate new profit sharing ratio of Anshu, Neetu and Jyoti. Question എന്താ പറഞ്ഞിട്ടുള്ളത്? Anshu and Neetu are partners. Anshu Neetu partners ആണ്. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:2 ആണ്. They admitted Jyoti as a new partner. അവരെന്താണ്? ജ്യോതി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ഇനി ആ പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പുതിയ പാർട്ണർക്ക് 3/10 ഷെയർ, പുതിയ പാർട്ണറുടെ ഷെയർ എത്രയാണ്? 3/10 ഷെയർ ആണ്. വിച്ച് ഷീ അക്വയേർഡ്. ആ ഷെയർ അവൾക്ക് കിട്ടിയിട്ടുള്ളത് 2/10 ഫ്രം അൻഷു. 2/10 ആരുടെ കയ്യിൽ നിന്നാണ്? അൻഷു എന്ന് പറയുന്ന പാർട്ണറുടെ കയ്യിൽ നിന്നും. ആൻഡ് 1/10 ഫ്രം നീതു. അതിൽ 1/10 ആരുടെ കയ്യിൽ നിന്നാണ്? നീതു എന്ന് പറയുന്ന പാർട്ണറുടെ കയ്യിൽ നിന്നാണ്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അൻഷു, നീതു ആൻഡ് ജ്യോതി. ഇവിടെ ക്വസ്റ്റ്യനിൽ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആരുടെ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിന് ആർക്ക് കൊടുത്തിട്ടുണ്ട്? ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അങ്ങനെയാണെങ്കിൽ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുത്തിട്ടുള്ള ഭാഗം മൈനസ് ചെയ്ത് പോരെ. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടും. അതായത് അൻഷു എന്ന് പറയുന്ന പാർട്ട്ണർ എത്ര ഷെയർ ആണോ ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തത് അത്രയും ഭാഗം ആരുടെ പ്രോഫിറ്റിന് മൈനസ് ചെയ്യാം? അൻഷു എന്ന് പറയുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റിന് മൈനസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നീതു എന്ന് പറയുന്ന പാർട്ട്ണർ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അത്രയും ഭാഗം അവരുടെ പ്രോഫിറ്റിനും മൈനസ് ചെയ്ത്. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടും. ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ് ഓൾഡ് റേഷ്യോ? 3:2 അല്ലെ? ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2. പുതിയ പാർട്ണറുടെ ഷെയർ എത്രയാണ്? 3/10. ജ്യോതിസ് ഷെയർ 3/10. 3/10 ആണ് ജ്യോതിയുടെ ഷെയർ എന്ന് പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് which she acquires 2/10 from Anshu and 1/10 from Neetu. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അൻഷുവിന്റെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൻഷുവിന്റെ ഷെയർ കാണുക. അപ്പൊ അൻഷൂസ് ഷെയർ ഈക്വൽ ടു 3/5. അതായത് ഓൾഡ് റേഷ്യോ എത്രയാണ്? 3/5. ഈ 3/5 നമുക്ക് 3+2. ഈ 3/5ന്റെ എത്ര ആർക്ക് കൊടുത്തു? 2/10 പുതിയ പാർട്ണർക്ക് കൊടുത്തു. അതായത് ഈ 3/5ന് 2/10 ഭാഗം ആർക്ക് കൊടുത്തു? ജ്യോതി എന്ന് പറയുന്ന പാർട്ണർക്ക് കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് കൊടുത്ത ഭാഗം കാണുന്നത് നമ്മൾ മൈനസ് ചെയ്താൽ പോലെ. ബാക്കി ബാലൻസ് നമ്മുടെ കയ്യിൽ 10 ഉണ്ടായിരുന്നു. അതിൽ 5 ഒരാൾക്ക് കൊടുത്തു. ബാക്കി എത്ര ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യാം? 10 - 5 അത്രയും ഇവിടെ. ഇത് ഭിന്നസംഖ്യകളാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അൻഷൂസ് ഷെയർ കാണാൻ 3/5 - 2/10. ഇനി ഭിന്നസംഖ്യകളെ മൈനസ് ചെയ്യുകയാണെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിലും ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റണം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. ഫസ്റ്റത്തെ ഡിനോമിനേറ്റർ 5, രണ്ടാമത്തെ ഡിനോമിനേറ്റർ 10. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ
അല്ലാതെ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതെന്താണ്, ഇവിടെ 10 ആണെങ്കിൽ 5ന്റെ ഗുണിതാണ് 10. അപ്പോൾ 10 ആക്കി മാറ്റുമെങ്കിൽ 5 നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ 2 കൊണ്ട് നമ്മൾ എവിടെ ഗുണിക്കുക, മുകളിലും ഗുണിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ആ മെത്തേഡ് അറിയുന്നവരെ അത് ഫോളോ ചെയ്യുക, അല്ലാത്തവർ ഇതേ രീതിയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 10 × 3 30. ഇവിടെ 5 × 2 10. ഡിനോമിനേറ്റർ നമ്മൾ ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യും. 5 × 10 50. 5 × 10 50. മൈനസ് ചെയ്യുമ്പോൾ 30/50 മൈനസ് 10/50. ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യുക. 10 മൈനസ് ചെയ്ത് 20. 20/50. അപ്പോൾ അനുവിന്റെ ഷെയർ എത്രയാണ്, 20/50. ഇനി നീതുവിന്റെ ഷെയർ, നീതു ന്യൂ ഷെയർ കാണാൻ നീതുവിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്, ക്വസ്റ്റ്യൻ തന്നില്ലേ, 2 ആണ്. 2/5. 5 കിട്ടി, 3 + 2 ആണ് 5. 3/5. ഇനി ഈ നീതു എന്ന് പറയുന്ന പാർട്ണർ 1/10 ആർക്ക് കൊടുത്തിട്ടുണ്ട്, ജ്യോതി എന്ന് പറയുന്ന പാർട്ണർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ റിമൈനിങ് ഷെയർ കാണണമെങ്കിൽ 2/5 നിന്ന് മൈനസ് ചെയ്താൽ മതി. 1/10 മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ നമ്മളവിടെ മുകളിൽ പറഞ്ഞതാണ് ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 10 × 2 20. 5 × 1 5. ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 10 50. എഗെയിൻ 50 നമ്മൾ 5 × 10 50. മൈനസ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യുക. 20 മൈനസ് 5 15. അപ്പോൾ 15/50. നീതുവിന്റെ ഷെയർ നമുക്ക് എത്ര കിട്ടി, 15/50. അൻഷുവിന്റെ ഷെയർ നമുക്ക് 20/50 കിട്ടി. അടുത്ത ആരാണ്, ജ്യോതി. ജ്യോതിയുടെ ഷെയർ നമുക്ക് ഓൾറെഡി തന്നത് 3/10 ആണ് തന്നത്. ഇനി ഇവിടെ രണ്ടാളുടെ ഡിനോമിനേറ്ററും 50 ആണ്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് എന്താക്കി മാറ്റണം, പുതിയ പാർട്ണറുടെ ഡിനോമിനേറ്റർ നമ്മൾ എന്താക്കി മാറ്റണം, 50 ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ 50 ആക്കി മാറ്റുന്ന സമയത്ത് 3/10 ഡിനോമിനേറ്റർ 50 ആക്കണമെങ്കിൽ 10 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 50 ആവും. ഈ 5 കൊണ്ട് തന്നെ നമ്മൾ എവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിൽ നോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 × 50, 10 × 5 50, 3 × 5 50. ന്യൂ റേഷ്യോ എത്ര കിട്ടി, 20:15:5. അത് നമ്മൾ വെട്ടി ചെറുതാക്കുമ്പോൾ മീൻസ് 5 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് ചെറുതാക്കാൻ പറ്റുന്ന ഫോമിലാണ് ഏറ്റവും ചെറിയ ഫോമിലേക്ക് ആക്കി ചെറുതാക്കിയിട്ട് ഏറ്റവും ചെറിയ ഫോമിലേക്ക് ആക്കി മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂ റേഷ്യോ. 20:15:15 ചെറുതാക്കുമ്പോൾ 4:3:3. അതായത് 5 കൊണ്ട് വെട്ടി ചെറുതാക്കുക. 20-ൽ 5 4 പ്രാവശ്യം, 15-ൽ 3 പ്രാവശ്യം, എഗെയിൻ 15-ൽ 3 പ്രാവശ്യം. അപ്പോൾ ന്യൂ റേഷ്യോ എത്ര കിട്ടി, 4:3:3. ഇത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഹോംവർക്കായിട്ട് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A and B are partners sharing profit in the ratio of 5:4. They admitted C into partnership on 5/18 share, which he acquires 3/18 from A and 2/18 from B. Calculate new ratio. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ന്യൂ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പം ചെയ്തിട്ടുള്ള അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഓൾഡ് റേഷ്യോ 5:4. അവരുടെ ഓൾഡ് റേഷ്യോ 5:4 ആണ്. ദേ അഡ്മിറ്റഡ് സി ഇൻ ടു പാർട്ട്ണർഷിപ്പ്. സീനെ പാർട്ട്ണർഷിപ്പിലേക്ക് അഡ്മിറ്റ് ചെയ്തു. സിയുടെ ഷെയർ എത്രയാണ്, 5/18. സിയുടെ ഷെയർ 5/18 ആണ്. ഈ 5/18 വിച്ച് ഷീ അക്വയേഴ്സ് 3/18 ഫ്രം എ. എയുടെ കയ്യിൽ നിന്ന് 3/18 ഷെയറും ആൻഡ് 2/18 ഫ്രം ബി. ബിയുടെ കയ്യിൽ നിന്ന് 2/18 ഷെയറും വാങ്ങിയിട്ടാണ് 5/18 ഷെയർ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പോൾ ചെയ്ത അതേപോലെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് അവർ കൊടുത്തിട്ടുള്ള പോർഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എന്ത് കിട്ടും, ന്യൂ റേഷ്യോ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ.
A and B are partners, sharing profit in the ratio of 4:1. C admitted as a new partner for 1/4 share which he acquires fully from A. എന്താണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ ഫുള്ളായിട്ട് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ള എയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇവിടെ ആരുടെ ഷെയർ നിന്ന് മാത്രമേ മൈനസ് ചെയ്യാനുള്ളൂ. എ എന്ന് പറയുന്ന പാർട്ട്ണറുടെ ഓൾഡ് ഷെയർ നിന്ന് മാത്രമാണ് നമുക്ക് മൈനസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ എ എന്ന് പറയുന്ന പാർട്ട്ണറുടെ ഓൾഡ് ഷെയർ നിന്ന് അയാൾ പുതിയ പാർട്ട്ണർക്ക് കൊടുത്ത ഷെയർ മൈനസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താണ് എല്ലാവരുടെ റേഷ്യോയും ഈക്വൽ ആക്കും.